ഹലോ നമസ്കാരം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയുന്നത് കേട്ടോ. ഇന്നും നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് ഈ ആഴ്ചയിലൊക്കെ സംഭവിക്കാൻ പോകുന്ന ഒരു സ്റ്റോറിയാണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ രോഹിത്തും ഹരിയും കൂടിയിട്ട് അലീനയെ ചതിയിൽപ്പെടുത്താനുള്ള സൂത്രങ്ങളൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രോഹിത് ആണെങ്കിൽ വീട്ടിൽ നിന്ന് മനു പോകുന്നതിനേക്കാളും മുന്നേ പോയിട്ട് വഴിയിൽ ഒളിച്ച് നിൽക്കുകയാണല്ലോ, മനു പോയതിന് ശേഷം വീട്ടിലേക്ക് കയറാനായിട്ട്. അപ്പോൾ മനു ഹരിയെ വിളിച്ച് പറയുന്നുണ്ട്, നീ ഇപ്പോൾ വരണ്ട, ഇവിടെ മനുവേട്ടനുണ്ട് എന്ന് പറയുമ്പോൾ അയാൾ പെട്ടെന്ന് തന്നെ പൊക്കോളും എന്ന് ഹരി പറയുന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെ അലീനയോടുള്ള ഇഷ്ടമൊക്കെ തുറന്ന് പറഞ്ഞതിന് ശേഷം മനു വീട്ടിൽ നിന്ന് പോകുന്നുണ്ട്. ആ സമയത്ത് തന്നെ രോഹിത് ഹരിയെ വിളിച്ച് കാര്യം പറയുന്നുണ്ട്, മനുവേട്ടൻ പോയിട്ടുണ്ട്, നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. അതേസമയം അലീന വീട്ടിലെ ജോലികളൊക്കെ ഓരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് അലീനയെ രേവതിക്കുട്ടി വിളിച്ച് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഓരോരോ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതേസമയം രോഹിത്തിൻ്റെ അടുത്തേക്ക് ഹരി എത്തിച്ചേരുകയാണ്. അപ്പോൾ രോഹിത്ത് ബൈക്ക് നിർത്തിയിട്ട് അതേ സ്ഥലത്ത് തന്നെ ഹരി ബൈക്ക് നിർത്തിയിടുന്നുണ്ട് കേട്ടോ. ഹരി ബാഗൊക്കെ ഇട്ട് കോളേജിലേക്ക് പോകുന്ന പോലെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയേക്കുന്നത്. അതേപോലെ തന്നെയാണ് വരുന്നത്. അങ്ങനെ ഹരി വരുമ്പോൾ രോഹിത്ത് ചോദിക്കുന്നുണ്ട്, എടാ എന്താ നിൻ്റെ പ്ലാൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഞാൻ ആ ടാബ്ലറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, അതെങ്ങനെയെങ്കിലും അവളുടെ വയറ്റിലെത്തണം, എന്നാലേ കാര്യം നടക്കത്തുള്ളൂ എന്ന് പറയണം. അതിനെന്തെങ്കിലും സൂത്രം നമുക്ക് പ്രയോഗിക്കാം. ഏതായാലും ഞാൻ ആദ്യം വീട്ടിലേക്ക് പോവും, അത് കഴിഞ്ഞിട്ട് സൂത്രത്തിൽ അവൾ കാണാതെ നിന്നെ എനിക്ക് റൂമിലേക്ക് കയറ്റണം. അതുകൊണ്ട് അവൾ കാണാതെ അവൾ എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റി നിർത്തിയിട്ട് ഞാൻ ആ സമയത്ത് നിന്നെ വീട്ടിലേക്ക് വിളിക്കാം, അപ്പോൾ നീ കയറി വന്നോളണം എന്ന് പറയാണ് രോഹിത്ത്. അങ്ങനെ രോഹിത്ത് വീട്ടിലേക്ക് തന്നെ പോവാട്ടോ. ബൈക്ക് എടുത്തുകൊണ്ട് വീട്ടിലേക്ക് തന്നെ ചെല്ലുകയാണ്. അതേസമയം രേവതിക്കുട്ടിയെ ഫോൺ ചെയ്തുകൊണ്ടിടി മോളെ, ഞാൻ ഇപ്പോൾ ഇതേ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് റൂമിലേക്ക് ചെല്ലുന്ന സമയത്താണ് കോളിംഗ് ബെല്ല് അടിക്കുന്നത് കേട്ടോ. അപ്പോൾ ആരാ ഇപ്പോൾ വന്നത്? ഇപ്പോൾ എല്ലാവരും പോയതല്ലേ, ഈ സമയത്ത് അങ്ങനെ ആരും വരാറില്ല, മനുവേട്ടനാണെങ്കിൽ വന്ന് പോവുകയും ചെയ്തു എന്നുള്ളൊരു സംശയത്തിൽ അലീന കർട്ടൻ മാറ്റി നോക്കുമ്പോൾ രോഹിത് അവിടെ ഫോൺ ചെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണുകയാണ്. അപ്പോൾ അലീനയ്ക്ക് ആകെ അതിശയം തോന്നണം, ആകെ അമ്പരന്ന് പോകണം, ഇതെന്താ ഇപ്പോൾ രോഹിത് തിരിച്ചു വന്നേക്കുന്നത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം അലീന പോയി ഡോറ് തുറന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ വന്നേ എന്ന് ചോദിക്കുമ്പോൾ, നീ എന്താരെ എന്നെ ചോദ്യം ചെയ്യാനെന്ന് ചോദിക്കുകയാണ്. അല്ല, നീ കോളേജിലേക്കാണെന്നും പറഞ്ഞല്ലേ പോയത് എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് കോളേജില്ലെന്ന് സ്ട്രൈക്കാണ്, അത് കാരണം കോളേജില്ല എന്ന് പറഞ്ഞിട്ട് അവൻ മുകളിലേക്ക് കയറി പോവാട്ടോ. അപ്പോൾ എങ്ങനെയെങ്കിലും ഇങ്ങോട്ടേക്ക് ഹരിയെ വീട്ടിനുള്ളിലേക്ക് കയറ്റണമല്ലോ. അപ്പോൾ രോഹിത് പോകുന്ന വഴി പറയുന്നുണ്ട്, എനിക്കൊരു ലൈം ജ്യൂസ് വേണം തണുത്തത്, നീ അത് മുകളിലേക്ക് കൊണ്ടുവന്ന് തന്നേക്ക് എന്ന് പറയട്ടോ. ഞാനിപ്പോൾ ഉണ്ടാക്കി തരാമെന്ന് പറയുമ്പോൾ, ഞാൻ മുകളിലേക്ക് പോയി ഞാൻ റൂമിലുണ്ടാകും, നീ ഒന്ന് അങ്ങോട്ടേക്ക് കൊണ്ടു തന്നേക്ക് എന്ന് പറയണം. നല്ല രീതിയിലാട്ടോ ആ സമയത്തൊക്കെ സംസാരിക്കുന്നത്. എന്നാലും കുറച്ചൊക്കെ തൻ്റെ അടുത്തോടെ, കാരണം കുറച്ചൊക്കെ ഗൗരവത്തോടെ ആണെങ്കിലും എന്നാലും വലിയ പ്രശ്നക്കാരനല്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. കുറച്ചൊക്കെ സ്നേഹം പോലെ തോന്നുന്ന രീതിയിലാണ് രോഹിത് അലീനയോട് സംസാരിക്കുന്നത് കേട്ടോ. അത് കേട്ടപ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. ഇവന് അങ്ങനെ സ്വഭാവമൊക്കെ മാറിയിട്ടുണ്ടാവും എന്നുള്ളൊരു രീതിയിൽ നിൽക്കണം. അപ്പോൾ ഞാൻ ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ കിച്ചണിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് രേവതിക്കുട്ടിയുടെ കോള് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കിച്ചണിലേക്ക് പോവാണ്. ആ സമയത്ത് തന്നെ രോഹിത് പെട്ടെന്ന് മുകളിൽ പോയിട്ട് ആ ബാൽക്കണിയിൽ നിന്നിട്ട് ഹരിയെ വിളിക്കണം, ഏട്ടാ പെട്ടെന്ന് വേഗം കയറി വാ, ആരും കാണാതെ വാ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്നുണ്ട്. ഹരിയാണെങ്കിൽ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് വേഗം വീട്ടിനുള്ളിലേക്ക് കയറി ചെല്ലണം. അപ്പോൾ രോഹിത് വന്നത് കാരണം ഡോറ് കുറ്റിയിട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം അലീനയും മുത്തശ്ശി മാത്രമുള്ള സമയത്താണ് വീടൊക്കെ ലോക്ക് ചെയ്തിട്ട് അങ്ങനെ ഇരിക്കുക. വീട്ടിൽ ആൾക്കാരുണ്ടാകുമ്പോൾ അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ അത് കാരണം ലോക്ക് ചെയ്യാതെ തന്നെ ഇരുന്നു. അങ്ങനെ ഹരി അലീന കാണാതെ മുകളിലേക്ക് കയറി പോവാണ്. പതുക്കെ ശബ്ദം ഉണ്ടാക്കാതെയാണ് കേട്ടോ കയറി പോണത്. അപ്പോൾ അലീന കാണുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് റൂമിലേക്ക് ചെല്ലുകയാണ്. റൂമിലേക്ക് ചെല്ലുമ്പോൾ വേഗം രണ്ടുപേരും കൂടെ റൂമിലേക്ക് കയറിയിട്ട് വാതിൽ കുറ്റിയിടുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് രോഹിത് ചോദിക്കുന്നുണ്ട്, എന്താ ചെയ്യാന്നൊക്കെ ചോദിക്കുമ്പോൾ, നീ അവളോട് ഏതായാലും ലൈം ജ്യൂസ് പറഞ്ഞേക്കല്ലേ, അവളത് കൊണ്ടുവരട്ടെ, അത് കൊണ്ടുവന്നിട്ട് അവളത് കൊണ്ടുവന്ന് കുടിക്കാനായിട്ട് കൊണ്ടുവരുമല്ലോ. ആ സമയത്ത് അത് കുടിച്ച് നോക്കിയിട്ട് അത് ഒട്ടും ടേസ്റ്റ് ഇല്ല എന്ന് പറയണം. എന്നിട്ട് അവളെ കൊണ്ട് കുടിപ്പിക്കണം എന്ന് പറയണം. അപ്പോൾ അതിനിടയ്ക്ക് എങ്ങനെയാണ് നമ്മൾ ഈ ടാബ്ലറ്റ് ഇതിലേക്ക് ഇടുക എന്ന് ചോദിക്കുമ്പോൾ, അവൾ ഗ്ലാസ് ലൈം കൊണ്ടുവന്ന് നീ അത് വാങ്ങിച്ച് റൂമിൽ വെക്കുക, അവളെ റൂമിലേക്ക് കയറ്റൊന്നും വേണ്ട. അതിനുശേഷം അവൾ തിരിച്ചു പോയി താഴേക്ക് എത്തുന്നതിന് മുൻപ് അപ്പം തന്നെ കുടിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് തിരിച്ച് വിളിക്കണം. അതിനിടയ്ക്ക് ടാബ്ലറ്റ് ഇതിൽ മെൽറ്റ് ചെയ്യിക്കണമെന്ന് പറയാണ് ഹരി. നിൻ്റെ ഐഡിയ കൊള്ളാം, ഇതൊക്കെ നടന്നാൽ മതിയായിരുന്നു എന്ന് പറയുന്നുണ്ട് രോഹിത്. എല്ലാം നടക്കും, നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ നടക്കും, അവൾ അഹങ്കാരം ഇന്നത്തോടെ തീരുമെന്ന് പറയാണ് ഹരി. അതേസമയം അലീന
നമ്മുടെ രോഹിത്തിനുള്ള ലൈം ജ്യൂസ് ഉണ്ടാക്കിയിട്ട് അതും എടുത്തുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് അലീനയുടെ ഫോൺ വീണ്ടും റിങ് ചെയ്യുന്നത്. അപ്പോൾ രേവതിക്കുട്ടി തന്നെയാണ് വീണ്ടും വിളിക്കുന്നത്. ചേച്ചി എന്താ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ ഞാൻ ചേച്ചി എന്താ കട്ട് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ, എടി മോളെ അപ്പോഴേക്കേ രോഹിത്ത് വന്നു, അവന് ലൈം ജ്യൂസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അത് ഉണ്ടാക്കുകയായിരുന്നു. ഇനിയിപ്പോൾ ഇത് അവന് റൂമിലേക്ക് കൊണ്ടുപോയി കൊടുക്കണം, അവൻ അങ്ങോട്ടേക്ക് കൊണ്ടു ചെല്ലാനാണ് പറഞ്ഞത് എന്ന് പറയാണ് അലീന. രോഹിത്ത് വന്നോ? രോഹിത്തിൻ്റെ റൂം മുകളിലല്ലേ, അത് എന്തിനാ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത്? അവൻ ഇവിടെ വന്ന് എടുത്തുകൊണ്ട് പോവില്ലേ എന്നൊക്കെ ചോദിക്കണേ രേവതിക്കുട്ടി. അതൊന്നും കുഴപ്പമില്ലടി മോളെ, ഇപ്പോൾ അവന് അത്ര പ്രശ്നക്കാരനായിട്ട് തോന്നുന്നില്ല, കാരണം ഇപ്പോൾ എന്നോട് വളരെ സ്നേഹത്തോടൊക്കെയാണ് സംസാരിച്ചത് എന്ന് പറയണ അലീന. ചേച്ചി സൂക്ഷിക്കണം കേട്ടോ, റൂമിൻ്റെ ഉള്ളിലേക്കൊന്നും ചേച്ചി കയറേണ്ട, പുറത്ത് നിന്നിട്ട് കൊടുത്താൽ മതി. എന്താണ് എപ്പോഴാണ് എങ്ങനെ സ്വഭാവം മാറണമെന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് രേവതിക്കുട്ടി പറയുമ്പോൾ, നീ പേടിക്കേണ്ടടി, ഒന്നും സംഭവിക്കില്ല, ഞാൻ സൂക്ഷിച്ചോളാം എന്ന് പറയാണ് അലീന. എന്നാൽ ഒരു കാര്യം ചെയ്യ് ചേച്ചി, ആ ജ്യൂസ് കൊണ്ടുപോയി കൊടുത്ത് വന്നിട്ട് എന്നെ ഒന്ന് വിളിക്കണം കേട്ടോ, ചേച്ചിയുടെ കോളിനായിട്ട് ഞാൻ കാത്തിരിക്കും എന്ന് പറയാണ് രേവതിക്കുട്ടി. ഞാൻ വിളിക്കാം, ഞാൻ നിന്നെ വിളിക്കാം, ഞാൻ ഇപ്പം തന്നെ ഇത് കൊണ്ടുപോയി കൊടുത്തിട്ട് നിന്നെ വിളിക്കാം എന്ന് പറയാണ് അലീന. അതിനുശേഷം കോൾ കട്ട് ചെയ്തിട്ട് മുകളിലേക്ക് പോവുക കേട്ടോ, ആ ജ്യൂസ് ഇട്ട് പോവുകയാണ്. അങ്ങനെ ആ ജ്യൂസ് ഇട്ട് ചെന്നിട്ട് വാതിലിൽ ഇങ്ങനെ മുട്ടുന്നുണ്ട്. അപ്പോൾ വാതിൽ മുട്ടുന്നത് കണ്ടപ്പോൾ ഹരിയും രോഹിതും ഒന്ന് പകച്ചു പോവുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഹരി ആ ബാത്റൂമിൻ്റെ സൈഡിലേക്ക് അങ്ങോട്ട് മാറി നിൽക്കണം. അപ്പോൾ ഹരി റൂമിലുള്ളത് അലീന അറിയാൻ പാടില്ലല്ലോ. അങ്ങനെ രോഹിത്ത് വന്ന് വാതിൽ തുറക്കുമ്പോൾ ഇത് ജ്യൂസ് എന്ന് പറഞ്ഞ് കൊടുക്കുക കേട്ടോ. അപ്പം അതവിടെ വെച്ചേക്കെന്ന് പറയാണ്. അപ്പോൾ അലീന അത് ആ ടേബിളിൽ വെച്ചിട്ട് അലീന പോവുക കേട്ടോ. രോഹിത്ത് അപ്പോഴും നല്ല രീതിയിൽ തന്നെയാണ് അലീനയോട് സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അലീനയാണെങ്കിൽ ആ ജ്യൂസ് വെച്ചതിന് ശേഷം അവിടുന്ന് പോവുകയാണ്. ആ സമയത്ത് തന്നെ രോഹിത്ത് പെട്ടെന്ന് ആ ജ്യൂസ് കുടിക്കുന്ന മാതിരി കാണിക്കുന്നുണ്ട്, കുടിക്കാനായിട്ട് കയ്യിലേക്ക് എടുക്കുന്നുണ്ട്. അങ്ങനെ ആ കയ്യിലെടുത്തിട്ട് ജ്യൂസ് കുറച്ച് കുടിക്കുകയാണ്. കുടിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ അലീന അങ്ങോട്ട് തിരിഞ്ഞിങ്ങനെ പോവുകയാണല്ലോ. അലീനയ്ക്ക് എന്തോ പന്തികേട് സംതിങ് റോങ് തോന്നുന്നുണ്ട്. പക്ഷേ അത് കാര്യമാക്കാതെ അലീന ജ്യൂസ് കൊടുത്തു താഴേക്ക് പോവുകയാണല്ലോ. ആ സമയത്ത് തന്നെ രോഹിത്ത് ആ ടാബ്ലറ്റ് ആ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ആ അടപ്പ് തുറന്ന് അതിലേക്ക് ഇട്ടിട്ട് കൈകൊണ്ട് തന്നെ വിരൽ കൊണ്ട് തന്നെ അതൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ അലീനയെ വിളിക്കുകയാണ്. അപ്പോൾ അതൊന്ന് മെൽറ്റ് ആവാനുള്ള ഒരു ടൈം, അപ്പോൾ സംസാരത്തിൻ്റെ സമയത്തൊക്കെ അതൊന്ന് മെൽറ്റായി കിട്ടുമല്ലോ. എന്നിട്ട് അലീനയെ വിളിക്കുന്നുണ്ട്. ഇത് എന്തോന്ന് ജ്യൂസ് ഉണ്ടാക്കി വെച്ചതെന്ന് ചോദിക്കാൻ അലീനയെ വിളിച്ച് ദേഷ്യപ്പെടുക കേട്ടോ. ജ്യൂസ് നല്ലതാണല്ലോ, ലൈം ജ്യൂസ്, നീ കുടിച്ച് നോക്കിയോ? ഇല്ലല്ലോ, ഇതെന്തത് കഴിച്ചിട്ട് വയ്യ, നീ എന്താ ഞാൻ ചോദിച്ചതിനുള്ള ദേഷ്യം തീർത്തതാണോ, ഇങ്ങനെയാണോ ലൈം ജ്യൂസ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രോഹിത്ത് ഒച്ചയെടുക്കണം. നല്ല ജ്യൂസാണല്ലോ എന്ന് പറയണം. നീ എന്നെ ഒന്ന് കുടിച്ചു നോക്ക്, എന്താ ഇതിൽ നീ ചേർത്തേക്കുന്നത്, ഒരുമാതിരി വൃത്തിയായിട്ട് ചൊവയുണ്ടല്ലോ എന്നൊക്കെ രോഹിത്ത് പറയുമ്പോൾ രോഹിത്ത് അങ്ങനെ പറഞ്ഞിട്ട് അലീനയ്ക്ക് ആ ഗ്ലാസ് നീട്ടുക കേട്ടോ. അപ്പോൾ അലീനയാണെങ്കിൽ ആകെ സംശയത്തോട് കൂടിയിട്ട് ആ ഗ്ലാസ് വാങ്ങുന്നുണ്ട്. കുടിച്ചു നോക്ക്, അപ്പോഴറിയാം അതിൻ്റെ ടേസ്റ്റ്, നീ എന്താ അതിൽ ചേർത്തത്, കഴിച്ചിട്ട് വയ്യ, ലെമൺ ഇട്ട് അടിച്ച് കയ്പ്പിച്ച് വെച്ചേക്കുന്നത് എന്നൊക്കെ പറയാട്ടോ. ഇതിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്താ കുഴപ്പമെന്നുള്ള രീതിയിൽ അലീന അത് കുടിക്കട്ടെ, കുടിച്ചോക്ക് നല്ലതാണ്. അപ്പോൾ അലീന അത് കുടിക്കുന്നുണ്ട്. ഇതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, കുഴപ്പമില്ലെങ്കിൽ നീ തന്നെ കുടിച്ചോ എന്ന് പറയാണ്. അങ്ങനെ അലീനയോട് നിർബന്ധിച്ച് ആ ജ്യൂസ് കുടിപ്പിക്കട്ടെ. അപ്പോൾ അലീന കുറച്ചേ കുടിക്കുന്നുള്ളൂ, മുഴുവനായിട്ടൊന്നും കുടിക്കുന്നില്ല. അപ്പോൾ കുടിച്ചതിന് ശേഷം ആ ഗ്ലാസ് ഇതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, ഇനി നീ കുടിച്ചതിൻ്റെ ബാക്കി വേണോ ഞാൻ കുടിക്കാൻ, എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ആ ഗ്ലാസ്സുമായിട്ട് അലീന പോകാൻ നിൽക്കുമ്പോൾ അപ്പം തന്നെ അലീനയ്ക്ക് ഇങ്ങനെ ഒരുമാതിരി തലക്കറക്കം പോലെ ഒക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ രോഹിത്തിന് മനസ്സിലാവുന്നുണ്ട് ഇതിൻ്റെ ഇഫക്റ്റ് ഏൽക്കാൻ തുടങ്ങി എന്നുള്ളത്. ആ സമയത്ത് അലീനയെ എങ്ങനെയെങ്കിലും കുറച്ച് നേരം അവിടെ പിടിച്ചു നിർത്തണം. അങ്ങനെ പിടിച്ചു നിർത്തിയാൽ മാത്രമേ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങി പോവാതിരിക്കുള്ളൂ. റൂമിൽ നിന്ന് പുറത്തിറങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ പിടിവലിയൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് രോഹിത്ത്. അങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് അലീനയ്ക്ക് കാഴ്ച ഇങ്ങനെ മറിയുന്നത് പോലെയും കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെയൊക്കെ തോന്നുകയാണ്. ആ സമയത്ത് എനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നുകയാണ് അലീനയ്ക്ക് കേട്ടോ. അപ്പോൾ അലീന അവിടെ ഇവിടെ ഇങ്ങനെ പിടിക്കാനായിട്ട് നോക്കുമ്പോൾ രോഹിത്ത് ഇങ്ങനെ മാറി നിൽക്കുക കേട്ടോ. അപ്പോൾ ആ സമയത്ത് രോഹിത്ത് പറയുന്നുണ്ട് അലീന ചോദിക്കുന്നുണ്ട്, എന്താ നീ എനിക്ക് തന്നത്, ഇതിൽ എന്താ ചേർത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ, നീ കുറേ നാളായി ഞങ്ങളുടെ കയ്യിൽ നിന്ന് വഴുതി പോവുമായിരുന്നില്ലേ, നിനക്ക് ഭയങ്കര അഹങ്കാരമാണ്, ഞാൻ നിൻ്റെ അടുത്തേക്കൊന്ന് വന്നപ്പോൾ നിനക്ക് ഭയങ്കര ചാടാ, ഞാൻ എൻ്റെ ഗേൾ ഫ്രണ്ടിനെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ നീ അത് അപ്പം തന്നെ അച്ഛനെ വിളിച്ച് എനിക്ക് പാര വെച്ചേക്കുന്നു, ഇന്നത്തോടെ നിൻ്റെ കഥ ഇവിടെ അവസാനിച്ചു എന്ന് പറയാട്ടോ. അപ്പോൾ അത് കേട്ടിട്ട് അലീന ആകെ ടെൻഷനായി പോവാണേ, എന്താ അവിടെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, നീ ഇപ്പോൾ കുടിച്ച ജ്യൂസിലേ ഞാൻ മയക്കുമരുന്ന് ചേർത്തിട്ടുണ്ട്, ആ ജ്യൂസാണ് നീ കുടിച്ചത്, നീ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നിൻ്റെ എല്ലാ അവയവങ്ങളും നിൻ്റെ എല്ലാം കൈയും കാലും നാവും ഒക്കെ കുഴഞ്ഞു പോകും, നിനക്ക് സംസാരിക്കാനോ കൈ കൊണ്ട് എന്തെങ്കിലും ചെയ്യാനോ എഴുന്നേറ്റ് നിൽക്കാനോ നടക്കാനോ പോലും പറ്റില്ല, പക്ഷേ നിൻ്റെ മനസ്സിൽ നല്ല ബോധം ഉണ്ടായിരിക്കും എന്ന് പറയാട്ടോ.
അതോടെ കേട്ടപ്പോൾ അലീനയ്ക്ക് ആകെ പേടിയാവുകയാണ്. അലീന ഇനിയിപ്പോൾ എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടും എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അലീനയാണെങ്കിൽ പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് പോവാൻ നിൽക്കുന്ന സമയത്താണ് അവിടെ ഹരി നിൽക്കുന്നത് കാണുന്നത് കേട്ടോ. അപ്പോൾ ഹരിയെ കൂടി കണ്ടപ്പോൾ ആകെ ഷോക്കായി പോകണം. അപ്പോൾ ഹരി ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടാണ് പോണത്, നീ ഇനി ഇവിടുന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് പറയാട്ടോ. ഹരിയെ കൂടി കണ്ടപ്പോൾ അലീന തീർന്നു എന്ന് അലീനയ്ക്ക് ബോധ്യമാണ്, ഇനി ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ നിൽക്കണം. അപ്പോൾ അലീന വേഗം ഡോറിൻ്റെ അടുത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ ഹരി വേഗം ചെന്നിട്ട് ഡോറ് കുറ്റിയിടുക കേട്ടോ. ആ ഡോറ് കുറ്റിയിട്ട് കൂടി കണ്ടപ്പോൾ അലീനയ്ക്ക് ആകെ പേടിയാവുന്നുണ്ട്. അലീന വീണ്ടും ആ ഡോറിൻ്റെ അടുത്തേക്ക് വീണ്ടും ഓടിയിട്ട് ആ കുറ്റി തുറക്കാൻ നോക്കുമ്പോൾ ഹരി അവളെ പിടിച്ച് മാറ്റുകയാണ്, പിടിച്ച് വലിച്ചങ്ങോട്ട് മാറ്റുകയാണ്. അലീന ആകെ വേച്ച് പോകണം, വീഴും എന്നുള്ളൊരവസ്ഥയിൽ എത്തുകയാണ് അലീന. ആ സമയത്ത് രോഹിത്തിനോട് പറയുന്നുണ്ട്, രോഹിത്തെ നീ ഇതിന് കൂട്ട് നിൽക്കരുത്, ഇത് ചെയ്യരുത്, ഇത് തെറ്റാണ്, പാപമാണ് നീ ചെയ്യാൻ പോകുന്നത്, ഒരിക്കലും ദൈവം പൊറിക്കില്ല, ഞാൻ ആരാണെന്ന് അറിയാത്തത് കൊണ്ടാണ് നീ ഈ ഒരു പ്രവൃത്തി ചെയ്യാൻ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അലീന പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും, നീ ആരാടി, നീ എൻ്റെ ചേച്ചിയോ എൻ്റെ സഹോദരിയോ അല്ലെങ്കിൽ ആരുമല്ലല്ലോ, ഞങ്ങളുടെ റിലേറ്റീവ് പോലുമല്ല, നീ ഇവിടുത്തെ വെറും വേലക്കാരി മാത്രമാണ്, നിനക്ക് ആ സ്ഥാനത്ത് നിന്നതായിരുന്നെങ്കിൽ, ഞങ്ങൾ പറഞ്ഞതൊക്കെ കേട്ടതായിരുന്നെങ്കിൽ നിനക്കിവിടെ സുഖമായിട്ട് ജീവിക്കായിരുന്നു, ഇപ്പം നീയായിട്ട് ഞങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചതാണെന്ന് പറയാണ് രോഹിത് കേട്ടോ. സമയത്ത് അലീനയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. അലീന രോഹിത്തിനെ പിടിച്ച് അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. രണ്ട് കവിളിൽ മാറി മാറി അലീന അടിക്കുന്നുണ്ട്. ആ അടിക്കുമ്പോഴൊക്കെ അലീന പിന്നെ വേച്ച് ഇങ്ങനെ പോവുക കേട്ടോ. അലീനയ്ക്ക് ഒരു ബാലൻസ് കിട്ടുന്നില്ല. ആ സമയത്ത് ഹരി വന്നിട്ട് പറയുന്നുണ്ട്, ഇനി നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല, ഞങ്ങളുടെ കൈകളിൽ നിന്ന് ഇനി നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, നീ ഇവിടെ തീർന്നു എന്ന് പറയാട്ടോ. അതോടെ കേട്ടപ്പോൾ അലീനയ്ക്ക് ഭയങ്കര പേടി തോന്നുകയാണ്. അപ്പോൾ രണ്ടുപേരും കൂടെ അലീനയുടെ അടുത്തേക്ക് ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ ഹരിയാണ് ഇങ്ങനെ അലീനയെ പിടിക്കാനായിട്ട് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ വരുന്നത്. അപ്പോൾ അലീനയ്ക്ക് ഭയങ്കര പേടിയാവണം, ഇനിയിപ്പോൾ എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടുമെന്ന് ആലോചിച്ചിട്ട് അലീനയ്ക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല കേട്ടോ. അലീനയാണെങ്കിൽ ആ റൂമിൽ എങ്ങനെ അവിടുന്ന് രക്ഷപ്പെടുന്നു അറിയാനായിട്ട് ഇനി ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് തന്നെ അലീനയ്ക്ക് മനസ്സിലാവണം. കാരണം കതക് കുറ്റിയിട്ടു, തൻ്റെ കൈയും കാലുകളൊക്കെ തളർന്നു പോകുന്നു, കാഴ്ച മങ്ങിപ്പോകുന്നു. അപ്പോൾ ആകെ പേടിച്ച് നിൽക്കുകയാണ്. അതേസമയം രേവതിക്കുട്ടിയാണെങ്കിൽ ചേച്ചി റൂമിലേക്ക് ജ്യൂസ് കൊണ്ടുപോയി കൊടുക്കാൻ പോയതാണല്ലോ, അത് കഴിഞ്ഞിട്ട് വന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അത്രയും നേരമായിട്ട് അലീനെ വിളിക്കുന്നില്ല കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടിക്ക് ആകെ ടെൻഷനാവുകയാണ്. രേവതിക്കുട്ടി അലീനയുടെ ഫോണിൽ വിളിക്കുന്നുണ്ട്. അപ്പോൾ ആ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, പക്ഷേ കോൾ എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ 2-3 തവണ അങ്ങനെ വിളിച്ചിട്ടും കോൾ എടുക്കാതാവുമ്പോൾ രേവതിക്കുട്ടിക്ക് ഭയങ്കരമായിട്ട് പേടിയാവുകയാണ്. അപ്പോൾ എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക, ചേച്ചി ഫോണും എടുക്കുന്നില്ല, ജ്യൂസ് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞിട്ട് വന്നിട്ട് വിളിക്കാൻ ഇനി മറന്നതാണെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കുമ്പോൾ എടുക്കണ്ടേ, ഫോണും എടുക്കുന്നില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് ഭയങ്കര പേടിയാവുകയാണ്. അപ്പോൾ അലീന പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേരത്തെ തന്നെ ഫോൺ വിളിച്ചപ്പോൾ മനുവേട്ടൻ വന്നു, മുത്തശ്ശിക്ക് പുതിയ ഫോണൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അലീന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മനുവേട്ടൻ വന്നു, മനുവേട്ടന് വർക്ക് ഫ്രം ഹോം ആണെന്ന് അലീന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാരണം രേവതിക്കുട്ടി പെട്ടെന്ന് തന്നെ മനുവിനെ വിളിക്കുക കേട്ടോ. മനുവിനെ രേവതിക്കുട്ടി വിളിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്, മനുവേട്ട ഇത് ഞാനാ രേവതിക്കുട്ടി എന്ന് പറയാട്ടോ. എനിക്ക് മനസ്സിലായി, എന്താ രേവതിക്കുട്ടി എന്ന് ചോദിക്കുമ്പോൾ മനുവേട്ട ചേച്ചി വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്ന് പറയട്ടോ. അത് ചേച്ചി എന്തെങ്കിലും പണിയിലായിരിക്കും, അല്ലെങ്കിൽ ഫോൺ എവിടെയെങ്കിലും കൊണ്ടുവച്ചായിരിക്കും. അലീനയല്ലേ, നിൻ്റെ ചേച്ചിയല്ലേ ആള്, ഫോണൊന്നും കയ്യിൽ കൊണ്ട് നടക്കത്തൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോൾ, അതല്ല മനുവേട്ടൻ, ഞാൻ കുറച്ച് നേരത്തെ വിളിച്ചതാണ്, അപ്പോൾ ചേച്ചി ഫോൺ എടുത്ത് സംസാരിച്ചതാണ്, അപ്പോഴേക്ക് ഫോൺ കട്ടായി, രോഹിത്ത് വന്നു, രോഹിത്തിന് ജ്യൂസ് വേണമെന്ന് പറഞ്ഞു, അപ്പോൾ ജ്യൂസും കൊണ്ട് റൂമിലേക്ക് പോവുകയാണെന്ന് ചേച്ചി പറഞ്ഞു എന്ന് പറയണം. അങ്ങനെ റൂമിൽ നിന്ന് വന്നതിന് ശേഷം എന്നെ വിളിക്കാമെന്ന് പറഞ്ഞതാണ്, പിന്നെ വിളിച്ചില്ല, ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചപ്പോഴും ഫോൺ എടുക്കുന്നില്ല എന്ന് പറയാണ് രേവതിക്കുട്ടി. അത് കേട്ടപ്പോൾ മനുവിന് എന്തോ സംതിങ് റോങ് ആയിട്ട് തോന്നുകയാണ്. രോഹിത്ത് വന്നെന്നോ, ഞാൻ അവിടെ നിൽക്കുമ്പോഴാണല്ലോ രോഹിത്ത് കോളേജിലേക്കാണെന്നും പറഞ്ഞ് പോയത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അല്ല മനുവേട്ട, രോഹിത്ത് വന്നു, രോഹിത്തിന് വേണ്ടിയിട്ട് ജ്യൂസ് കൊണ്ടുപോയി കൊടുക്കാൻ പോയതാണ് ചേച്ചി എന്ന് പറയണം. ഞാനൊന്ന് നോക്കട്ടെ, താൻ എന്തായാലും പേടിക്കേണ്ട രേവതിക്കുട്ടി, പേടിക്കേണ്ട, ഞാൻ നിന്നെ വിളിച്ചോളാം എന്ന് പറയണം. അങ്ങനെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം മനു ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. രോഹിത്ത് കോളേജിലേക്കായിട്ട് പോകുമ്പോൾ ആ ഉണ്ടായ സംഭവങ്ങൾ അങ്ങനെ ഓർക്കുകയാണ്. രോഹിത്ത് പെട്ടെന്ന് മൈൻഡ് ചെയ്യാതെ പോയതും, പിന്നെ അവനോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവനൊരു പതർച്ച ഉണ്ടായിരുന്നല്ലോ, അവന് അങ്ങനെ ഒരു എന്തോ കള്ളത്തരമുള്ളതുപോലെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ബൈക്കിൽ നിന്നിട്ട് ബൈക്ക് കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞതും, പിന്നെ എടുത്ത് പോയിട്ട് ഗേറ്റിൻ്റെ അവിടെ നിന്നിട്ട് മിററിലൂടെ മനുവിനെ നോക്കിയതും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനു ഇങ്ങനെ മൈൻഡില്ല. അപ്പോൾ അവൻ്റെ സ്വഭാവത്തിൽ എന്തോ പന്തികേടുള്ളതായിട്ട് മനസ്സിലാവുകയാണ്. ഹരിയെ വിളിക്കുന്നില്ല എന്ന് പറഞ്ഞതൊക്കെ കള്ളമാണെന്ന് മനുവിന് അറിയാം. അങ്ങനെ അപ്പോൾ മനു എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മുത്തശ്ശിയെ വിളിക്കുക കേട്ടോ.
മുത്തശ്ശിയൊക്കെ ഫോൺ കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ മുത്തശ്ശിയുടെ ഫോണിൽ വിളിക്കുകയാണ്. മുത്തശ്ശിയാണെങ്കിൽ ഉറങ്ങുമായിരുന്നു. ആ ഉറക്കത്തു നിന്നാണ് മുത്തശ്ശി ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടിട്ട് ഉണരുന്നത്. എന്നിട്ട് മുത്തശ്ശി ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ മുത്തശ്ശി എന്ന് വിളിക്കുമ്പോൾ എന്താ മനു എന്ന് എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി. മുത്തശ്ശി അലീന എവിടെയെന്ന് ചോദിക്കുകയാണ്. ഞാനിവിടെ ഒന്ന് മയങ്ങിപ്പോയി മോനെ, അലീന ഇവിടെ ചിലപ്പോൾ ജോലിയിലായിരിക്കും, എന്തെങ്കിലും ജോലിയിലായിരിക്കും എന്ന് പറയണം. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, രോഹിത് വന്നോ മുത്തശ്ശി അവിടെയെന്ന് ചോദിക്കുമ്പോൾ അറിയില്ലല്ലോ മോനെ, ഞാനൊന്ന് ഉറങ്ങിപ്പോയി, അതുകൊണ്ട് അറിയില്ല, വന്നോ എന്ന് എനിക്ക് അറിയില്ല എന്ന് പറയാട്ടോ. മുത്തശ്ശി അലീനെ ഒന്ന് വിളിച്ചേന്ന് ചോദിക്കണം. അപ്പം മുത്തശ്ശി അവിടെ കിടന്നിട്ട് അലീനെ മോളെ കൊച്ചേ എന്നൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അലീനെ വിളി കേൾക്കുന്നേ ഇല്ല. എടാ മോനെ അവൾ വിളി കേൾക്കുന്നില്ലല്ലോ എന്ന് പറയാണ് മുത്തശ്ശി കേട്ടോ. അതുകൂടി കേട്ടപ്പോൾ മനുവിന് എന്തോ ഒരു സംതിങ് റോങ് ആയിട്ട് തന്നെ തോന്നുകയാണ്. എന്തോ കുഴപ്പമുണ്ട്, എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയണം എന്ന് മനസ്സിലാവണം. ആ മുത്തശ്ശി വെച്ചോ. അപ്പോൾ എന്താണ് മോനെ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, ഞാൻ ചുമ്മാ വിളിച്ചതാണ്, രേവതിക്കുട്ടി വിളിച്ചിട്ടുണ്ടായി, അവൾ അലീനയുടെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അലീന രോഹിത്തിന് ജ്യൂസ് കൊണ്ടുപോയി കൊടുക്കാനാണെന്ന് പറഞ്ഞ് പോവുകയാണെന്ന് പറഞ്ഞായിരുന്നു, പിന്നെ തിരിച്ചു വന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചില്ല എന്ന് പറഞ്ഞിട്ട് രേവതിക്കുട്ടി വിളിച്ചിട്ടുണ്ടായി എന്ന് പറയാട്ടോ. എടാ അവളെ എന്തെങ്കിലും ചെയ്യുമോ, അവനെന്തെങ്കിലും ഉപദ്രവിക്കുമോ, എനിക്ക് പേടിയാവുന്ന മോനെ, മനു നീ ഇങ്ങോട്ടേക്ക് വരുമോ എന്ന് ചോദിക്കണം മുത്തശ്ശി. മുത്തശ്ശി പേടിക്കേണ്ട, ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് മനു ഫോൺ വെക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ മനു വീട്ടിൽ നിന്ന് ഇറങ്ങാട്ടോ. അതേസമയം ഇവരുടെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് ആലോചിച്ചിട്ട് ആകെ തപ്പി തണ്ണി പരതി ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ മാറി മാറി പോവാണ് ഹരി ഇങ്ങനെ പിടിക്കാൻ വരുമ്പോൾ. ഇവനാണെങ്കിൽ ഇങ്ങനെ കൂട്ടിലിട്ട് ഇങ്ങനെ പിടിക്കുന്ന ഒരു ത്രില്ലിലാട്ടോ. കാരണം അവൾ എന്തായാലും രക്ഷപ്പെടില്ല എന്ന് മനസ്സിലായി. താഴെ ഒരു മുത്തശ്ശി മാത്രമേ ഉള്ളൂ. മുത്തശ്ശി എന്താണെങ്കിലും ഉറങ്ങണം. മുത്തശ്ശിക്ക് എഴുന്നേറ്റ് വരാനും പറ്റത്തില്ല. അതുകൊണ്ട് മുത്തശ്ശി ഒരിക്കലും മുകളിലോട്ട് കയറി വരില്ല. അപ്പോൾ ആ ഒരു വിശ്വാസം അവർക്കുണ്ട്. പിന്നെ മറ്റുള്ളവരൊക്കെ വൈകുന്നേരം വരുള്ളൂ. പിന്നെ മനു ആണെങ്കിൽ വന്ന് പോയതുമാണ്. അപ്പോൾ മനു ഇങ്ങോട്ട് വരാനുള്ള സാധ്യതയില്ല. അപ്പോൾ അവരുടെ മുന്നിൽ സമയമുണ്ട്. അപ്പോൾ അവരിങ്ങനെ അലീനയിട്ട് വട്ടം കറക്കുക കേട്ടോ. ഇങ്ങനെ കൂട്ടിൽ പിടിച്ചിട്ടിട്ട് അതിനെ ഉപദ്രവിക്കാനായിട്ട് കണ്ടിങ്ങനെ രസിക്കണം. അലീനയുടെ ഓരോ പ്രവൃത്തി കണ്ടിട്ട് അലീനെ രക്ഷപ്പെടാനുള്ള ഓരോ ഇതിങ്ങനെ നോക്കുകയാണ്. പക്ഷേ അലീനയ്ക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. കാലൊക്കെ വേച്ച് പോവുകയാണ്, തളർന്നു പോവുകയാണ്, ശരീരം കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെയൊക്കെ തോന്നി കേട്ടോ. എങ്ങനെ ഇവിടെ എന്ന് രക്ഷപ്പെടും എന്നുള്ള ചിന്തയിലാണ് അലീന. ആകെ പേടിച്ച് പോയിട്ടുണ്ട്. ഭയങ്കര കരച്ചിലാണ് അലീന. കരഞ്ഞുകൊണ്ടാണ് ഇവരോട് ഒന്നും ചെയ്യരുത്, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്നൊക്കെ അപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അലീന. അതൊന്നും ഇവർ കേൾക്കുന്നില്ല. ഇവർ ഭയങ്കര രസിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അലീന ഇങ്ങനെ പറയുന്നതും അലീന ഇങ്ങനെ നടക്കുന്നതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ രസിച്ചിരിക്കുകയാണ്. അതേസമയം അലീന ഇങ്ങനെ കൈകൊണ്ടൊക്കെ തപ്പി തടഞ്ഞിട്ട് രോഹിത്തിൻ്റെ റൂമിലുള്ള സ്റ്റഡി ടേബിളിൻ്റെ അടുത്ത് എത്തുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ തപ്പി തടയുമ്പോൾ അലീനയുടെ കയ്യിൽ പെട്ടെന്ന് ഒരു കത്രിക കിട്ടുക കേട്ടോ. ആ സ്റ്റഡി ടേബിൾ ഉണ്ടായിരുന്ന ഒരു കത്രിക കിട്ടുകയാണ്. പെട്ടെന്ന് ആ കത്രിക എടുത്തിട്ട് അലീന ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വീശുന്നുണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ കുത്തും, അടുത്തേക്ക് വരരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കണ്ടിട്ടും ഇവർക്ക് ചിരിയാണ് വരുന്നത്. കാരണം അവളെ കൊണ്ട് അത് കുത്താൻ പറ്റത്തില്ല. കുറച്ച് നേരം കഴിഞ്ഞാൽ അവളുടെ കൈയും കാലൊക്കെ പൂർണ്ണമായിട്ടും തളർന്നു പോകും എന്നുള്ളത് രോഹിത്തിന് അറിയാം, ഹരിക്കും രോഹിത്തിനും അറിയാം. അത് കാരണം അവരിങ്ങനെ ചിരിച്ച് നീ കുത്തടി ഇതേ എന്നെ കുത്തടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവളുടെ മുന്നിലേക്ക് വരിക കേട്ടോ. അപ്പോൾ അത് അങ്ങനെ അവരുടെ നേരെ വീശിയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായിട്ട് ഹരിയുടെ നേരെ വീശിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അലീന പറയുന്നുണ്ട് അടുത്ത് വന്നാൽ ഞാൻ കുത്തുമെന്ന് പറഞ്ഞപ്പം ഹരി ഇങ്ങനെ മുന്നോട്ട് വരിക. എന്നാൽ നീ കുത്തടി എന്ന് പറഞ്ഞ് ഹരി ഇങ്ങനെ അവളെ പിടിക്കാനായിട്ട് മുന്നോട്ട് വരുന്ന സമയത്ത് അലീന ആ കത്രിക എടുത്തുകൊണ്ട് തൻ്റെ വയറ്റിലേക്ക് തന്നെ ഒറ്റ കുത്തുക കേട്ടോ. അത് കണ്ടപ്പോൾ ഹരിയും രോഹിത്തും പേടിച്ച് പോവുകയാണ്. അലീന ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്ന അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് കണ്ടപ്പോൾ അവർ പേടിച്ചു പോകണം. അവർ പെട്ടെന്ന് ആ കത്രിക പിടിച്ച് വാങ്ങാൻ നോക്കുമ്പോൾ അലീന വീണ്ടും അതുകൊണ്ട് ഒന്നുകൂടി തൻ്റെ വയറ്റിലേക്ക് തന്നെ കുത്തുകയാണ്. ഇവരിൽ നിന്ന് മാനം നഷ്ടപ്പെടുന്നതിലും നല്ലത് ഞാൻ മരിക്കുന്നതാണ്, നിങ്ങൾ എൻ്റെ മാനം നഷ്ടപ്പെടുത്തുന്നതിലും നല്ലത് ഞാൻ മരിക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അലീന ആ പ്രവൃത്തി ചെയ്യുന്നത് കേട്ടോ. അത് കണ്ടപ്പം മനുവും രോഹിത്തും ആകെ പേടിച്ച് പോവാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടും, ഇവളിവിടെ കിടന്ന് മരിക്കുമല്ലോ, ആകെ ടെൻഷനാവാണ് അവർക്ക്. ആ സമയത്താണ് മനു താഴെ വരുന്നത് കേട്ടോ. അങ്ങനെ മനു താഴെ വന്നിട്ട് വീട് നോക്കുമ്പോൾ വീടിന് ലോക്ക് ചെയ്തിട്ടില്ല കേട്ടോ. വീട് ലോക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവർ രണ്ടുപേരും അകത്ത് കയറിയെങ്കിലും താഴെ വീട് ഹരി അതിലൂടെയല്ലേ കയറി വന്നത്. അപ്പോൾ ലോക്ക് ചെയ്തിട്ടില്ല. അപ്പം മനു വാതിൽ തുറന്ന് അകത്തേക്ക് കയറുന്നിട്ട് അങ്ങനെ അവിടെയൊക്കെ ഇങ്ങനെ നോക്കണം. അപ്പോൾ കിച്ചണിലൊക്കെ പോയി നോക്കുന്നത് അവിടെ അലീനയല്ല. അപ്പോൾ ടേബിളിലാണെങ്കിൽ ഡൈനിങ് ടേബിളിൽ അലീനയുടെ ഫോൺ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് രവതിക്കുട്ടി വിളിച്ചതായിട്ടൊക്കെ കാണുകയാണ്. പിന്നെ നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. മുത്തശ്ശി എടാ മോനെ എന്തായി അലീനയെ കണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല ഇവിടെ എങ്ങും കാണാനില്ല. എന്നാൽ ആ റൂമിലൊന്ന് പോയി നോക്കണം, അവൻ എന്തെങ്കിലും ആ കൊച്ചിന് ചെയ്യോ, മഹാപാപിയാണ്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഓരോന്ന് പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ സങ്കടപ്പെടട്ടോ. മുത്തശ്ശി സങ്കടപ്പെടേണ്ട, ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മനു പെട്ടെന്ന് തന്നെ മുകളിലേക്ക് ചെല്ലുകയാണ്. മുകളിലേക്ക് ചെല്ലുന്ന സമയത്ത്
അവിടെ ഇങ്ങനെ സൗണ്ട് കേട്ടോ. അപ്പോൾ അലീനയാണെങ്കിൽ ഇങ്ങനെ കൈ ഇതിലേക്ക് കുത്തിയേക്കല്ലേ, എന്നിട്ട് തപ്പിത്തടഞ്ഞ് അലീന ഇങ്ങനെ താഴേക്ക് വീഴാനായിട്ട് പോവാണ്. ആ സമയത്താണ് ഈ ഡോറ് മുട്ടണ കേട്ടോ. അപ്പോൾ ആ ഡോറിൽ മനു നോക്ക് ചെയ്യുന്നത് കേട്ടപ്പോൾ ഹരിയും രോഹിതും ആകെ പേടിച്ച് പോവാണ്. ആരോ അപ്പോൾ വന്നതെന്നുള്ള രീതിയിൽ അവരാകെ പേടിച്ച് പോവാണ്. അങ്ങനെ രോഹിത്താണ് പോയി ഡോറ് തുറക്കുന്നത്. രോഹിത് തുറക്കുമ്പോൾ മനുവിനെ മുന്നിൽ കണ്ടിട്ട് ആകെ പകച്ചു പോകട്ടെ. മനു ഒരിക്കലും അവിടെ വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. അലീന എന്തെന്ന് രോഹിത് ചോദിക്കുമ്പോൾ അലീന ഇവിടെ ഇല്ല, മാറി നിൽക്കണം അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് മനു റൂമിലേക്ക് തള്ളിക്കയറട്ടെ. അപ്പോൾ റൂമിലേക്ക് വരുന്ന സമയത്ത് തന്നെ മനു ഹരി അവിടെ കാണുകയാണ്. നീ എന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ അത് മനുവായിട്ട് ഒന്നും പറയാതെ ഇങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ 2 പേർക്കിട്ടിട്ടും മനു നല്ല 2 പൊട്ടിക്കൽ കൊടുക്കുന്ന 2 പേരുടെ മുഖത്തിട്ട് നന്നായിട്ട് പെരുമാറുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് പഞ്ഞിക്കിടുന്നുണ്ട് രോഹിത്തിനെയും ഹരിയും. അപ്പോഴാണ് മനു ആ കാഴ്ച കാണുന്നത്. ആ കത്രിക കൊണ്ട് തൻ്റെ വയറ്റിലേക്ക് തന്നെ കുത്തിപ്പിടിച്ച് അവിടെ വീണ് കിടക്കുന്ന അലീനയെ കാണുകയാണ്. പെട്ടെന്ന് തന്നെ മനു ഓടി അലീനയുടെ അടുത്തേക്ക് പോകണം. അലീന എന്ന് വിളിച്ച് നോക്കുമ്പോൾ അലീനയ്ക്ക് അനക്കമില്ല കേട്ടോ. അലീന ആകെ ബോധം കെട്ട് കിടക്കുകയാണ്. പെട്ടെന്ന് തന്നെ മനു അലീനയെ കൈകളിലെടുത്തുകൊണ്ട് താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങി പെട്ടെന്ന് തന്നെ കാറിലേക്ക് കയറ്റിയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. പിന്നെ മുത്തശ്ശിയോട് പറയാനൊന്നും നിന്നില്ല കേട്ടോ. പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. മുത്തശ്ശിയാണെങ്കിൽ ആകെ പേടിച്ച് പോയേക്കാണ് ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാഞ്ഞിട്ട്. മനു പോയിട്ടാണെങ്കിലും അലീനയെ കണ്ടോ കണ്ടില്ലേ ഒന്നും അറിഞ്ഞിട്ട് മുത്തശ്ശിക്കും ടെൻഷനാണ്. മനു ആണെങ്കിൽ പെട്ടെന്ന് അലീനയെ എടുത്തുകൊണ്ട് കാറിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ആഴ്ചയിലൊക്കെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ. മിക്കവാറും ഈ ആഴ്ചയിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കും. അപ്പോൾ എന്താണെങ്കിലും എല്ലാവർക്കും സ്റ്റോറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ ബാക്കി സ്റ്റോറി ആയിട്ട് ഉടനെ തന്നെ ഞാൻ പറഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഹോസ്പിറ്റലിൽ പോയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. എന്താണെങ്കിലും പിന്നീട് ഹരിക്കും രോഹിത്തിനൊക്കെ എന്താ സംഭവിക്കുന്നതെന്നും എന്നുള്ള കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക.